Hey all, assalamu alaikum and sabah. Hope you are doing great. Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. ആരുടെ ഇടയിൽ എന്നറിയോ? കസിൻസിൻ്റെ ഇടയിൽ. സോ കോൾഡ് കസിൻസ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ് പുറത്ത് പോകണം, നമുക്ക് എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പോവുക, ഒരുപാട് പ്ലാൻസ് നടക്കും. പക്ഷെ ആ പ്ലാൻ ഒരിക്കലും എക്സിക്യൂട്ട് ആവാറില്ല. അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ കസിൻസിൻ്റെ ഇടയിൽ എപ്പോഴും പ്ലാൻസ് നമുക്ക് അങ്ങോട്ട് പോകണം അതാക്കണം ഇതാക്കണം. പക്ഷെ എക്സിക്യൂഷൻ്റെ ടൈമിൽ ആരെങ്കിലും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ അത് പിന്നെ ആവുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനെ നീണ്ടു പോകും. അറ്റ് ലാസ്റ്റ് ഞങ്ങളൊന്ന് പോവാൻ തീരുമാനിച്ചു. ഇത് പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. അതായത് ഞാൻ നെക്സ്റ്റ് എന്ത് കോണ്ടന്റ് ഇടണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ എൻ്റെ സിസ്റ്റർ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവൾ പറഞ്ഞ് നമുക്ക് എങ്ങനെയും പോവാം. നമുക്ക് ഇവിടെ എടുത്തെന്ന് പറഞ്ഞത് ഒരു നല്ലൊരു സ്പോട്ട്, ഈവനിങ് സ്പോട്ടായിട്ടുള്ളത് കർമ്മ റോഡാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയണ്ടാവും, തിരൂരുള്ള പൊന്നാനി ഏരിയയിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫെമിലിയറാണ് കർമ്മ റോഡ്. അപ്പോൾ അവിടെ പോവാം, അവിടെയെങ്കിലും നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തിപ്പൊന്തിച്ച് അങ്ങനെ ഞാൻ കസിൻസിനെ വിളിച്ച്, ഇവിടെയുള്ള കുറച്ച് കസിൻസിനെ വിളിച്ച് നമ്മൾ പെട്ടെന്നുണ്ടായി വന്നാൽ പോവാം. വിളിച്ചപ്പോൾ എല്ലാവരും റെഡിയാണ്, വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല, വേഗം തന്നെ പോയി. അങ്ങനെ നമ്മൾ കർമ്മ റോഡിലെത്തി. അപ്പോൾ അവിടെ നല്ലൊരു സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഈവനിങ് ആണല്ലോ, ചായ കുടിക്കണമല്ലോ, അപ്പോൾ അതാണല്ലോ കർമ്മ റോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതൊന്ന് കുറച്ച് സ്നാക്സും ചായയൊക്കെ കുടിച്ചു. ആൻഡ് ദ തിങ് ഈസ്, ഈ ഒരു സ്പോട്ട് ഇത്രയും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു സ്പോട്ട് ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇവിടുത്തെ ഈ ഒരു ഈവനിങ് ടൈം, അതേപോലെ നൈറ്റ് ടൈം ആൾക്കാരോട് ചില്ല് ചെയ്യുന്ന, ഇതൊരു പുഴയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തിരുന്നിട്ട് നല്ല വ്യൂവിൽ നമുക്ക് നല്ലൊരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പ്ലാനിൽ ഒട്ടും ഉണ്ടാവാത്തതായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു ബീച്ച് കാണാൻ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് പൊന്നാനി ബീച്ച് സൈഡിൽ ഏതൊരു ഭാഗം വരുന്നത്, എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. ഇവർ കസിൻസിനപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ്. നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യമാണ് ബീച്ചിൽ പോകാന്നുള്ളത്. പക്ഷേ ഈ ഡേൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞതും ഈ ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ ഡോൾഫിൻസിനെ കണ്ട്. കാരണം ഡോൾഫിൻ ഷോസിലല്ലാണ്ട് ഡയറക്റ്റ് ബീച്ചിൽ ഡോൾഫിൻസിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരേപോലെ അമേസ്ഡ് ആയിരുന്നു. കാരണം ഇതിൻ്റെ അങ്ങനെ നല്ലൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ ചാടുന്ന ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ അവർ ചാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ അവർ ചാടില്ല, അവർ ചാടുമ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ബട്ട് ഈ ഒരു ഡേൻ്റെ ഞാൻ പറഞ്ഞില്ല, ഹൈലൈറ്റും ഭയങ്കര ഹാപ്പി ആക്കിയ ഒരു കാര്യമാണ് കേട്ടോ ഈ ഡോൾഫിൻസിനെ കണ്ടത്. മെയിനായിട്ട് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത് മുട്ടപ്പത്തിരിയും ബീഫും തിന്നണം എന്നായിരുന്നു. പൊന്നാനിയുടെ എല്ലാം മുട്ടപ്പത്തിരിയും ബീഫും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബിക്കോസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കുറേ നെഗറ്റീവ് കോമൻസ് ഉണ്ട്, അങ്ങനെയല്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മളത് ശരിക്ക് പുലർച്ചെ സുബഹി ആ ഒരു ടൈമിലാണ്, മോർണിംഗ് വ്യൂവിലാണ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ പോകണം കഴിക്കണം എന്നൊക്കെ പറയാറുള്ളത്. പക്ഷെ നമുക്ക് എന്തായാലും അത് പോസിബിൾ ആയില്ല. അപ്പോൾ ഈവനിങ് ടൈമിൽ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ആൻഡ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മുട്ടപ്പത്തിരി ബീഫും അടിപൊളി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ് ബീഫും മുട്ടപ്പത്തിരിക്ക്. നമ്മളെ വീട്ടിലുണ്ടാകുന്നത്, പക്ഷേ ഇതിനൊരു വേറെ, നമ്മുടെ പള്ളി ബീഫ് അല്ലെങ്കിൽ പള്ളി ഇറച്ചീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൻ്റെ വേറൊരു ടേസ്റ്റ്, അങ്ങനത്തെ ഒരു ബീഫായിരുന്നു. ഈവൻ ഞാൻ എൻ്റെ വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ പോലും എനിക്ക് കോമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഇത്രയും മോശപ്പെട്ട ബീഫ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയും പറയുന്നവരുണ്ട്. മേ ബി അവർ അൺലക്കി ആയതുകൊണ്ടാവാമോ, അവർ പോകുന്ന സമയത്ത് നല്ല ബീഫ് ആവാത്തതുകൊണ്ടാവാം മേ ബി അത് അവർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. എനിക്ക് പേഴ്സണലി നല്ലൊരു 8 or 10 ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡായിരുന്നു മുട്ടപ്പത്തിരിയും ബീഫും. നല്ല ഒരു ആംബിയൻസ് എന്നൊന്നും പറയാനില്ല അവിടെ, ബിക്കോസ് നമ്മൾ പുറത്തിരുന്നിട്ടാണ് കഴിച്ചത്. അകത്തിരിക്കേണ്ടവർക്ക് ഇരിക്കാം, പക്ഷെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് നമ്മൾ പൊന്നാനി അവിടെ ഒരു കുളം ഉണ്ടല്ലോ, അവിടെ അതിൻ്റെ ഇതിലിരുന്നിട്ടാണ് കഴിച്ചത്. അതന്നെയാണ് അവിടുത്തെ ഹൈലൈറ്റും. എനിവേസ് വി ഹാഡ് എ ഗുഡ് ടൈം. കാരണം ഞങ്ങൾ കസിൻസ് ഇതുപോലെ ഒരുപാട് പ്ലാൻ ചെയ്യും, പോവില്ല. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മൾ പോയി. ആൻഡ് നമ്മൾ വിചാരിച്ചില്ല ഇത് ഇത്ര രസമായിരിക്കും, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പോയി ഇത്രയും രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിക്കാത്ത സ്ഥലത്ത് നമ്മൾ പോവുകയും ചെയ്തു. ആൻഡ് വി ഹാഡ് എ ഗുഡ് ടൈം ടുഗെദർ. ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് വീഡിയോ. എല്ലാ ഷോർട്സ് വെച്ചിട്ട് ഞാനൊരു കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അഗെയിൻ ഇതൊരു കോർ മെമ്മറി ആയിട്ട് എനിക്ക് വന്നു. ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്ത് പ്ലാനുകൾ, അങ്ങനെ അവസാനം ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടായ ഒരു പ്ലാനിൽ ഇങ്ങനെ പോയിട്ട് നല്ലൊരു മെമ്മറി ആയിട്ട്, അത് നല്ലൊരു ഡേ ആയിട്ട് നമുക്ക് കിട്ടിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി പേഴ്സണലി. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം. ദാറ്റ് മീൻസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കസിൻസിൻ്റെ ഒപ്പം ഒന്ന് പോവുക. പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പോവാന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടോ അവരെ കൂട്ട് പോയിട്ട് നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ.